എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ എൻ്റെ മേൽചുണ്ടിന്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ കുരുപ്പ് വന്നു. ആദ്യമൊന്നും ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അതിങ്ങനെ ബൾജ് ചെയ്ത് വരാൻ തുടങ്ങി. എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ എന്നെ നോക്കിയ ഫിസിഷ്യൻ എനിക്ക് അതങ്ങ് പറ്റിപ്പോകാനുള്ള ടാബ്ലറ്റ് തന്നു. ആ ടാബ്ലറ്റ് കൊണ്ട് അവസാനിക്കുന്നതായിരുന്നില്ല അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വീർത്തു വന്നു. ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അത് ഇന്ന് പറ്റും നാളെ പറ്റും എന്ന് ചിന്തിച്ച് വേദനയും കടിച്ചു പിടിച്ച് ഞാൻ മുന്നോട്ട് പോയി. പക്ഷെ വേദനയ്ക്ക് ഒരു ശമനവും ഇല്ലായിരുന്നു. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. ശരിക്കും ഭ്രാന്തമായ അവസ്ഥ. എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് യാതൊരു നിശ്ചയവുമില്ലാതിരുന്ന ഞാൻ കൊട്ടിയത്ത് ഹോളി ക്രോസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അവിടുത്തെ സർജനെ കാണാൻ പോയി. പോയ ദിവസം തന്നെ ഒരു ചെറിയ പുഞ്ചിരിയോടെ എന്നെ സ്വീകരിച്ച ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്കൊന്ന് ഉറങ്ങണം. 3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. എന്തെങ്കിലും ഒരു മരുന്ന് തന്ന് എന്നെ ഒന്ന് ഉറങ്ങാൻ അനുവദിക്കണം. ആശ്ചര്യത്തോടെ ഇത് കേട്ട ഡോക്ടർ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട്, ഉറങ്ങാം, പക്ഷേ അതിനു മുമ്പ് നമുക്കിതങ്ങ് കീറിക്കളയാം. അങ്ങനെ പ്രാഥമിക പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ കൂടെ ഒരു നഴ്സ് ഉണ്ടായിരുന്നു. അവർ ഏകദേശം 7 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന വസ്ത്രം അവരെന്നെ ധരിപ്പിച്ചപ്പോൾ എന്റെ ഭയം ഇരട്ടിച്ചു. ശരിക്കും എനിക്ക് വല്ലാത്ത ഭയവും പേടിയും തോന്നി. പുറത്ത് എന്റെ ഉമ്മയെ നിർത്തിയതിനു ശേഷം അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോയി. ഒരു വീൽ ചെയറിൽ. ആദ്യമായിട്ടാണ് ഞാനൊരു ഓപ്പറേഷൻ തിയേറ്റർ കാണുന്നത്. അതിന്റെ ഒരു വലിയ പരിഭ്രമം എനിക്കുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞു. എന്നെ ഒരു വീൽ ചെയറിൽ പുറത്തേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് എന്തോ ഒരു വെപ്രാളം എന്നെ ബാധിച്ചു. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. തലയാകെ ചുറ്റുന്നത് പോലെ, BP കൂടുന്നത് പോലെ, ആകെ ഒരു വല്ലായിക. മരണം മുന്നിൽ കണ്ട നിമിഷം ഭയന്നുപോയി ഞാൻ. ആ നിമിഷം വീൽ ചെയറിൽ നിന്ന് എണീക്കാൻ ഞാനൊരു ശ്രമം നടത്തി. പക്ഷെ എനിക്കത് കഴിയുമായിരുന്നില്ല. ഞാൻ വീഴാൻ പോയി. ഗർഭിണിയായ ആ നഴ്സ് പിടിച്ചാൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ വീൽ ചെയറിൽ തന്നെ ഇരുന്നു. കൂടെ ഉണ്ടായിരുന്ന നഴ്സ് ആകെ ഭയന്നുപോയി. അവർ ബഹളം വെച്ചു. ഒന്നും മിണ്ടാൻ കഴിയാതിരുന്ന എനിക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ, മരണത്തിന്റെ മാലാഖമാർ എന്നെ തേടിയെത്തുന്നത് പോലെ. അപ്പോഴാണ് ശരിക്കും മാലാഖ, ശരിക്കും ജീവനുള്ള ഒരു മാലാഖ, ഒരു നഴ്സ്. അവർ ഓടി വന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തോടെ വീൽ ചെയറിൽ നിന്നും അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുത്തു കൊണ്ടുപോയി. 70 കിലോഗ്രാം ഉണ്ടായിരുന്ന എന്നെ അവർ എങ്ങനെ എടുത്തു എന്ന് ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെ സ്ട്രെച്ചറിന് മുകളിൽ കിടത്തി. പ്രഷർ നോക്കുന്ന മെഷീൻ എന്റെ കയ്യിൽ പിടിപ്പിച്ചു. എന്നെ നോക്കി ചിരിച്ച് എന്റെ കയ്യിൽ തടവി, എന്റെ തലയിൽ തലോടി. എന്നിട്ട് എന്നോടായി പറഞ്ഞു, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല, വെറുതെ ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ആയി കണ്ണടച്ച് കിടന്നോളൂ. കുറച്ചു നേരം അവർ എന്റെ അടുത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ ആയി. ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ശരിക്കും അവർ ദൈവസന്നിധിയിൽ നിന്ന് വന്ന യഥാർത്ഥ മാലാഖയെ പോലെ എനിക്ക് തോന്നി. ആ പുഞ്ചിരിയുടെ സൗന്ദര്യം പ്രകൃതി ഭംഗിയേക്കാൾ മനോഹരമായി എനിക്ക് തോന്നി. ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല. രക്തബന്ധത്തിന്റെ യാതൊരു ആധാരവുമില്ല. എന്നിൽ നിന്ന് അവർ ഒന്നും പ്രതീക്ഷിക്കുന്നതുമില്ല. എന്നോട് അവർക്ക് പ്രത്യേക പരിഗണനയുമില്ല. ആ സ്ത്രീത്വം, മഹത്തായ സ്ത്രീത്വം ഒരു അമ്മയെ പോലെ എനിക്ക് തോന്നി. തിയേറ്ററിൽ നിന്നും സ്ട്രക്ചറിൽ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, പേരൊന്ന് പറയാമോ എന്ന്. നിറപുഞ്ചിരിയുമായി അവരെന്നോട് പറഞ്ഞു, എന്റെ പേര് ജീന എന്നാണ്.
സ്ത്രീയേക്കാൾ ബലവാനാണെന്ന് ധരിച്ചിരുന്ന എന്നെ പോലെ പുരുഷനെ കുറച്ച് സമയം കൊണ്ട് എന്റെ ചിന്താഗതി തന്നെ മാറ്റിക്കളഞ്ഞ അവർ ശരിക്കും ബഹുമാനം അർഹിക്കുന്നവരാണ്. അതിനേക്കാൾ വലിയ ജോലി ചെയ്യേണ്ടവരാണ് നിങ്ങൾ അധ്യാപകർ. അതിനേക്കാൾ സ്നേഹം പകർന്നു നൽകേണ്ടവരാണ് നിങ്ങൾ അധ്യാപകർ. നിങ്ങൾക്ക് ഈ രാജ്യത്തെ പുനർസൃഷ്ടിക്കാൻ കഴിയും. ലോകത്ത് ഏത് രാജ്യത്തിനേക്കാളും മികച്ച മാനവശേഷി നിങ്ങൾക്ക് ഈ രാജ്യത്തെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. കാരണം നിങ്ങൾ അധ്യാപകരാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണ് അധ്യാപനം. നാളെ ഒരുപാട് വിദ്യാർത്ഥികൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട വാചകങ്ങളാണ് ഞാൻ മേൽ പറഞ്ഞത്. അതിൽ നിന്ന് തയ്യാറാകുക. കേരളത്തിന്റെ ഏറ്റവും മികച്ച അധ്യാപന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ എൻട്രിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം.